ഇൻഷാ അല്ലാഹ് ഈ മാസം വിട പറയും മുമ്പ്, ഈ മാസം നമുക്ക് കഴിഞ്ഞു കിടക്കും മുമ്പ് പറ്റുമെങ്കിൽ 11 ദിവസം തുടർച്ചയായി സൂറത്തുൽ ഫത്ഹ് നിങ്ങൾ ഓതാൻ തയ്യാറാണോ എങ്കിൽ 11 വമ്പൻ നേട്ടങ്ങളാണ് ഓരോ ഉമ്മമാരെയും കാത്തിരിക്കുന്നത്. ആ സൂറത്തുൽ ഫത്ഹിന്റെ തുടക്കം തന്നെ അല്ലാഹു തആല പറയുന്നത് എന്താ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കാണ്, നമ്മുടെ മുത്തായ റസൂലിനെ സന്തോഷിപ്പിക്കുന്ന വാക്കുകളാണ്, നബി തങ്ങൾക്ക് വലിയ സ്വാന്തനം നൽകുന്ന വാക്കാണ്. അല്ലാഹു തആല ഈ സൂറത്തിന്റെ ആദ്യം തന്നെ പറയുന്നത് അല്ലാഹുവിന്റെ തൃപ്തിയും അല്ലാഹുവിന്റെ പൊരുത്തവും അല്ലാഹുവിന്റെ ഇഷ്ടവും കിട്ടും എന്തിന്? ഈ സൂറത്ത് സ്ഥിരമായി ഓതിയാൽ. ഈ സൂറത്ത് സ്ഥിരമായി ഓതിയ, ഒന്നുകിൽ ഇശാ നമസ്കാരത്തിന് ശേഷമോ, അല്ലെങ്കിൽ മഗ്രിബ് നമസ്കാരത്തിന് ശേഷമോ, അല്ലെങ്കിൽ സുബ്ഹി നമസ്കാരത്തിന് ശേഷമോ, നമുക്ക് പറ്റുന്ന സമയത്ത് സൂറത്തുൽ ഫത്ഹ്. ഹജ്ജിന് പോകണം, എനിക്ക് ഉംറക്ക് പോകണം, എനിക്ക് നല്ല ജോലി കിട്ടണം, എനിക്ക് നല്ലൊരു വീടുണ്ടാവണം, എനിക്ക് നല്ല മക്കളുണ്ടാവണം, ഉള്ള മക്കൾ നന്നാവണം, അതുപോലെ തന്നെ നല്ല വരുമാനം ഉണ്ടാവണം, നല്ല വാഹനം എനിക്കെടുക്കണം, എൻ്റെ പരീക്ഷ ജയിക്കണം, എൻ്റെ ഇന്റർവ്യൂ പാസ്സാവണം, അതുപോലെ എനിക്ക് PSC ടെസ്റ്റ് ജയിക്കണം, ഇങ്ങനെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ മുൻനിർത്തിയിട്ട് 3 ദിവസം തുടർച്ചയായിട്ട് ഓതാം. സൂറത്തുൽ ഫത്ഹ് ഓതാൻ തയ്യാറാവുക. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത് ഓതാത്തവരുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് തുടങ്ങിക്കോ. ഇത് ഓതുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മുടക്കരുത്, നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്തോ, അത് തുടർച്ചയായി അങ്ങോട്ട് ഓദിക്കോ. വലിയ നേട്ടമാണ്.